ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനേ സാധിക്കില്ല. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നോക്കിയാൽ വോട്ടിംഗ് ശതമാനം ഉയർന്ന പല സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ബീഹാറിലാണെങ്കിൽ 10% വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. 57% കഴിഞ്ഞ 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ 2025 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 67% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. പക്ഷേ എന്താ സംഭവിച്ചത്? വലിയ പരാജയത്തിൽ അവിടെ പ്രതിപക്ഷം മാറുകയുണ്ടായത്. അതായത് 2020 വലിയ തകർച്ചയാണ് അവിടെ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ടായി. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പോലും അവിടെ കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനിടയ്ക്ക് പ്രതിപക്ഷ ചേരി പിരിഞ്ഞു. ഇല്ല, നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമാണ്. അല്ല, അതിന് തൊട്ട് മുൻപേ രാഷ്ട്രീയ മാറ്റം വന്നതുകൊണ്ട് തന്നെ ആ പെർസെൻറ്റേജ് ആപ്ലിക്കബിൾ അല്ലല്ലോ അവിടെ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ബീഹാറിൽ രാഷ്ട്രീയ മാറ്റം 2020 ശേഷം. 20 ശേഷം എത്ര നേതാക്കൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്? അല്ല, നേതാക്കൾ മാറിയിട്ടുണ്ട്. പക്ഷേ 2020 അധികാരത്തിൽ വന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും 2025 വോട്ട് ശതമാനവും താരതമ്യം ചെയ്താൽ 10% വ്യത്യാസമുണ്ട്. ഈ 10% വ്യത്യാസം ഉണ്ടായി എന്നത് അവിടെ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നോക്കിയാലും സമാനമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ വോട്ട് ശതമാനം ഉയർന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല തരംഗമുണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇവിടെ ഉയർന്നിട്ടില്ല, വലിയ തോതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വെറും 2% വ്യത്യാസം മാത്രമാണ് കേരളത്തിലുണ്ടായത്.